ഹായ്, വെൽക്കം ബാക്ക് ടു മാജിക് മൂവി എക്സ്പ്ലെയിനർ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന സ്റ്റോറി 2022 പുറത്തിറങ്ങിയ എക്സിസ്റ്റ് വിത്തിൻ എന്ന കൊറിയൻ മിസ്റ്ററി ത്രില്ലർ മൂവിയാണ്. ഒരു പെൺകുട്ടി തന്റെ ഫ്ളാറ്റിന്റെ മുകളിൽ നിന്ന് സ്ഥിരമായി സൗണ്ട് കേൾക്കുന്നു. ആ ശബ്ദത്തിന്റെ പുറകെ അന്വേഷിച്ചിറങ്ങുമ്പോൾ അവിടെ നിന്ന് കുറെ നിഗൂഢമായ രഹസ്യങ്ങൾ അറിയുന്നു. ഇതിന്റെ പുറകെ പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ് സ്റ്റോറി. ഇനി നമുക്ക് കഥയിലോട്ട് പോയാലോ? തുടക്കത്തിൽ കാണിക്കുന്നത് കഥയിലെ നായികയായ യൂൻസു ലാപ്ടോപ്പ് നോക്കിയിരിക്കുന്നതാണ്. പെട്ടെന്നാണ് മുകളിൽ നിന്നൊരു സൗണ്ട് കേൾക്കുന്നത്. അവളൊരു സ്റ്റിക്ക് എടുത്ത് മേളിലോട്ട് കുത്തും. ആ സമയം അവൾക്കൊരു കോൾ വരും. അത് അവൾ അറ്റൻഡ് ചെയ്യും. അവർ പറയും, ഞാൻ 301 നിന്നാണ് വിളിക്കുന്നത്. അവിടെ ഭയങ്കര സൗണ്ട് ആണല്ലോ, എനിക്കിത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, എന്റെ കുഞ്ഞിനെ ഉറക്കാൻ പോലും പറ്റുന്നില്ല, ഞാനിത് കംപ്ലൈന്റ് ചെയ്യും എന്ന് പറഞ്ഞ് അവർ ഫോൺ കട്ട് ചെയ്യും. ഇവൾ പറയുന്നത് കേൾക്കാൻ കൂടി അവർ കൂട്ടാക്കത്തില്ല. അവളൊരു കഥാ എഴുത്തു മത്സരത്തിനായി കഥകൾ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ എന്നെ ഇപ്രാവശ്യമെങ്കിലും ജയിപ്പിക്കണം എന്ന് അവൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കും. എല്ലാ പ്രാവശ്യം അയക്കുമ്പോഴും കഥകളെല്ലാം റിജക്റ്റ് ആക്കപ്പെടുമായിരുന്നു. ഈ കഥയെങ്കിലും സെലക്ട് ആയാൽ മാത്രമേ തനിക്ക് പോക്കറ്റ് മണി ആയിട്ട് എന്തെങ്കിലും കിട്ടുകയുള്ളൂ. യൂൻസൂൺ പുറത്തോട്ട് വരുമ്പോൾ കത്ത് വന്നിട്ടുണ്ടായിരുന്നു. ആ കത്തെടുത്ത് നോക്കുമ്പോൾ തൊട്ടടുത്ത ബോക്സിലെ കത്ത് കുറെ ദിവസങ്ങൾക്ക് മുമ്പേ അവിടെ ഇരിക്കുന്നത് അവൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അവൾ 401 ഈ വന്നിരിക്കുന്ന കത്ത് 501 കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ അവൾ ഒരു പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ അയാൾ അതുവഴി പാസ് ചെയ്ത് പോകുന്നത് അവൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അയാൾ അവളെ മൈൻഡ് പോലും ചെയ്യാതെയായിരുന്നു പോയത്. അയാൾ അന്ന് 501 മുറിയിലോട്ടായിരുന്നു പോയത്. പക്ഷെ ഇതുവരെ അയാൾ ആ കത്തെടുത്തിട്ടില്ല. അതെന്തായിരിക്കും? യൂൻസു ആ കത്ത് അവിടെ തിരികെ വെച്ചു. അതെന്തോ ആവട്ടെ എന്ന് കരുതി പുറത്തോട്ട് പോയി. യൂൻസു നേരെ വന്നത് ഒരു കോഫി ഷോപ്പിലായിരുന്നു. യൂൻസു കഥ അയച്ചു കൊടുത്തവരെ വിളിക്കും. അവരോട് ചോദിക്കും കഥ സെലക്ട് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. സെലക്ട് ആയതെല്ലാം സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഉടൻ തന്നെ യൂൻസു സൈറ്റിൽ ചെക്ക് ചെയ്യും. പക്ഷെ അവളുടെ സ്റ്റോറി അവർ സെലക്ട് ചെയ്തിട്ടില്ലായിരുന്നു. യൂൻസൂന് അത് നല്ല വിഷമമാവും. ആ സമയം അവളുടെ കൂട്ടുകാരൻ ജെയ്സങ് അങ്ങോട്ട് വരും. എന്താ നീ വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിക്കും. യൂൻസു പറയും, എന്റെ മുകളിലത്തെ ഫ്ലോറിൽ താമസിക്കുന്ന അയാളാണ് എന്റെ വിഷമത്തിന് കാരണം. അവിടെ നിന്നുണ്ടാകുന്ന സൗണ്ട് കാരണം എനിക്ക് ഒന്നിനും കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ അവിടെ പോയി നാളെ പറയും, ഇനി മേലിൽ ഇവിടെ ഒച്ച ഉണ്ടാക്കരുതെന്ന്. ജെയ്സങ് പറയും, നിനക്ക് സെക്യൂരിറ്റിയോട് പറഞ്ഞുകൂടെ? അവൾ പറയും, ഞാൻ സെക്യൂരിറ്റിയോട് പറഞ്ഞു. സെക്യൂരിറ്റി പറഞ്ഞു അവിടെ ആരും താമസമില്ലെന്നാണ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നവൾ പറഞ്ഞു വിഷമിച്ചിരിക്കും. ജെയ്സങ് ചോദിക്കും, നിന്റെ റിസൾട്ട് വന്നോ? എന്തായി? നീ അതിൽ ജയിച്ചോ? അവൾ ഒന്നും മിണ്ടാതിരിക്കും. ആ സമയം അവന് മനസ്സിലായി അവൾ തോറ്റുവെന്ന്. അവൾ അവിടെ നിന്ന് മടങ്ങി അവളുടെ ഫ്ലാറ്റിലെത്തും. തനിക്ക് പണ്ട് കിട്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് എല്ലാം എടുത്തു നോക്കി അവൾ വിഷമിക്കും. ആകെ സങ്കടത്തിലിരിക്കുമ്പോഴായിരുന്നു വീണ്ടും സൗണ്ട് കേൾക്കുന്നത്. എന്തോ വലിച്ചഴിച്ചു കൊണ്ടുപോകുന്ന ഒരു സൗണ്ടായിരുന്നു. അവൾ ഒരു വടിയെടുത്ത് മേളിലോട്ട് കുത്തും. തിരിച്ചു ഒരനക്കവും ഉണ്ടാവില്ല. അവൾ പതുക്കെ ഡോറിന്റെ പുറത്തിറങ്ങി നോക്കുമ്പോൾ അച്ഛൻ അതുവഴി പാസ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. അന്നത്തെ ദിവസം കഴിഞ്ഞു. പിറ്റേന്ന് രാവിലെ അവൾ നേരെ 501 റൂമിൽ പോകും. അവിടെ ചെന്ന് എഴുതി വെക്കും, ഇവിടെ സൗണ്ട് ഉണ്ടാക്കരുത് എന്ന്. ആ സമയമാണ് അവൾ കാണുന്നത് ആ ഡോർ പൂട്ടിയിട്ടില്ല. യൂൻസു പതുക്കെ ആ വാതിൽ തുറന്ന് അതിനകത്ത് കയറും. പെട്ടെന്നായിരുന്നു ഒരു സൗണ്ട് കേൾക്കുന്നത്. അവൾ നോക്കുമ്പോൾ അവിടെ ഒരു രൂപം. അത് കണ്ട് അവൾ പേടിച്ചു വിളിക്കും. പക്ഷേ അതൊരു സ്വപ്നമായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾ അച്ഛനോട് ചോദിക്കും, അച്ഛൻ ഇന്നലെ രാത്രി സൗണ്ട് വല്ലതും കേട്ടായിരുന്നു? അച്ഛൻ പറയും, ഇല്ല, ഞാൻ ഒരു സൗണ്ടും കേട്ടിട്ടില്ല. അത് കഴിഞ്ഞ് യൂൻസു നേരെ കോളേജിലായിരുന്നു എത്തുന്നത്. അവിടെ ഇരുന്ന് അവൾ ഉറക്കം തൂങ്ങുകയായിരുന്നു. ഇത് കണ്ട ടീച്ചർ അവളെ വഴക്കു പറയും. ഉറങ്ങാനായിട്ടാണെങ്കിൽ കോളേജിൽ വരരുത് എന്ന് അവർ പറയും. ഒരു ഫ്രണ്ട് വന്ന് യൂൻസുവിനോട് പറയും, കഴിഞ്ഞ പ്രാവശ്യം കോമ്പറ്റീഷനിൽ ജയിച്ച ആൾ എഴുതിയ സ്റ്റോറി അയാളുടെ ചൈൽഡ്ഹുഡ് നെയ്ബറിനെ കുറിച്ചുള്ള സ്റ്റോറി ആയിരുന്നു. നീയും നിനക്ക് അറിയാവുന്ന ഒരു നെയ്ബറിനെ കുറിച്ച് എഴുതൂ എന്ന് ആ കൂട്ടുകാരി യൂൻസുവിനോട് പറയും. ആ സമയം യൂൻസു ചിന്തിക്കും, എന്തുകൊണ്ട് തന്റെ നെയ്ബറായ ആ മിസ്റ്ററി മാനെ കുറിച്ച് എഴുതിക്കൂടാ? അയാളെ കുറിച്ചുള്ള രഹസ്യങ്ങൾ കണ്ടെത്തണം, അയാളെക്കുറിച്ച് എഴുതണം എന്നായിരുന്നു അവളുടെ അടുത്ത ലക്ഷ്യം. അയാളെക്കുറിച്ച് അറിയാന്നുള്ളതെല്ലാം എഴുതി. ഇനി അയാളെക്കുറിച്ച് അറിഞ്ഞുകൂടാത്തത് കണ്ടുപിടിക്കണം. അയാൾ എപ്പോഴാണ് വീട്ടിൽ വരുന്നത്? അയാൾ എപ്പോഴാണ് ഇനി വീട്ടിൽ നിന്ന് തിരിച്ചു പോകുന്നത്? ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് സൗണ്ടുകളൊന്നും കേൾക്കുന്നില്ല. അയാളുടെ ജനലുകളെല്ലാം പ്ലാസ്റ്റിക് കവർ വെച്ച് അടച്ചിട്ടുണ്ടായിരുന്നു. അയാൾക്കൊരു വലിയ കാർ ഉണ്ടായിരുന്നു. കാറിൽ നിന്ന് പുറത്തു വരുമ്പോഴെല്ലാം ഒരു ട്രോളിയും കൊണ്ടായിരുന്നു വരുന്നത്. അയാളുടെ റൂമിൽ നിന്ന് പുറത്തു പോകുമ്പോഴെല്ലാം അവിടെ ഫുള്ളും വെള്ളമാവുമായിരുന്നു. പിറ്റേന്ന് ലേറ്റായിട്ടാണ് യൂൻസു എണീക്കുന്നത്. അവളുടെ അമ്മ അവളെ നന്നായി വഴക്കു പറയും. ഈ വർഷം കൂടെ കഴിഞ്ഞാൽ ജോലിക്ക് പോകണം എന്നായിരുന്നു അമ്മ വാണിയും കൊടുക്കുന്നത്. അതും കഴിഞ്ഞ് അവൾ നേരെ ജെയ്സനെ വിളിക്കും. ജെയ്സനോട് പറയും, എത്രയും പെട്ടെന്ന് ഇവിടെ വരണം, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഇത് പറഞ്ഞു കഴിഞ്ഞ് അവൾ നേരെ താഴോട്ട് പോകും. ആ സമയത്തായിരുന്നു ആ മിസ്റ്ററി മാൻ, അയാളുടെ പേര് ഹോങ്ക്യൂങ് എന്നായിരുന്നു. അയാളുടെ കാർ അവിടെ കിടക്കുന്നു. ആ കാർ ലോക്കല്ലായിരുന്നു. അവൾ പതുക്കെ ആ കാറ് തുറന്ന് കയറി. അതിനകത്ത് കുഞ്ഞു കുഞ്ഞു ടിന്നുകൾ കണ്ടു. പെട്ടെന്നായിരുന്നു ഹോങ്ക്യൂങ് അങ്ങോട്ട് വന്നത്. യൂൻസു കാറിനകത്ത് കയറി ഒളിച്ചു. അവിടെ രക്തം പുരണ്ട ഒരു കത്തി കണ്ടു. അവൾ പേടിച്ചു. ആ സമയം യൂൻസുവിന് ഒരു മെസ്സേജ് വന്നു. അയാൾ പെട്ടെന്ന് അയാളുടെ ഫോണിൽ നോക്കി. പക്ഷെ അയാൾക്കല്ലായിരുന്നു ആ മെസ്സേജ് വന്നത്. അയാൾക്ക് മനസ്സിലായി തന്റെ കാറിൽ ആരോ കയറിയിട്ടുണ്ട്. അയാൾ അപ്പോൾ തന്നെ കാർ നിർത്തി പുറത്തിറങ്ങി. അയാൾ യൂൻസുവിന് നല്ലൊരു അടിയും കൊടുത്തു. ആ സമയം അവിടെ നിന്നൊരു പോലീസുകാരൻ ഓടി വന്ന് ചോദിച്ചു, എന്താ കാര്യം? ഹോങ്ക്യൂങ് പറയും, എന്റെ കാറിൽ ഇവൾ മോഷ്ടിക്കാൻ കയറിയതാണ്. ഞാൻ മോഷ്ടിക്കാൻ കയറിയതല്ല, കാറിന്റെ ഡോർ അടഞ്ഞിട്ടില്ലായിരുന്നു. ഞാൻ വന്നപ്പോൾ അത് തട്ടി വീണതാണ്. ഞാൻ നിങ്ങൾ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിലാണ്
താമസിക്കുന്നത്. ഹോങ്ക്യൂങ് ചോദിക്കും, നീ എവിടെയാണ് താമസിക്കുന്നത്? അവൾ പറയും, ഞാൻ 301 പക്ഷെ അവൾ 401 താമസിച്ചിരുന്നത്. ആ സമയം ജെയ്സണും അവിടെ വരും. അയാൾ അവളോട് പറയും, ഇനി ഇത് ആവർത്തിക്കരുത് എന്ന് പറഞ്ഞ് അയാൾ ഒരു ഷേക്ക് ഹാൻഡും കൊടുത്തിട്ട് അവിടെ നിന്ന് മടങ്ങും. പക്ഷെ അവരെ അയാൾക്ക് സംശയമുണ്ടായിരുന്നു. അവൾ ജെയ്സണോട് പറയും, ഞാൻ ആ കാറിൽ രക്തം പുരണ്ട ഒരു കത്തി കണ്ടു, എനിക്ക് അയാളെ സംശയമുണ്ട്, നമുക്ക് അയാളെ ഫോളോ ചെയ്യണം, ഇതിന്റെ പിന്നിൽ എന്താണെന്ന് എനിക്ക് കണ്ടുപിടിക്കണം. ഇതും പറഞ്ഞ് നേരെ അവർ അപ്പാർട്ട്മെന്റിലെത്തും. ആ സമയം അവിടെ വന്ന ലെറ്റർ പരിശോധിക്കും. ആ ലെറ്റർ നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ആ ഹൗസ് ഓണറുടെ പേരും ഈ വന്നിരിക്കുന്ന ലെറ്ററും തമ്മിൽ വ്യത്യാസമുണ്ട്. രണ്ട് പേരാണ്. യൂൻസു ജെയ്സണോട് ചോദിക്കും, അതെന്തുകൊണ്ടാണ് അങ്ങനെ പേര് വ്യത്യാസം വരുന്നത്? അപ്പോൾ അവൻ പറയും, അവർ ബന്ധുക്കളായിരിക്കാം. യൂൻസുവിന് ആ ആൻസർ തൃപ്തികരമാവില്ല. അവർ നേരെ ഹോങ്ക്യൂങ്ങിന്റെ അപ്പാർട്ട്മെന്റിലോട്ട് പോകും. ആ സമയം 2 സ്ത്രീകൾ വന്ന് ആ ഡോറിന്റെ ഫ്രണ്ടിൽ എന്തോ ഒട്ടിച്ചിട്ട് വളരെ വിഷമത്തോടു കൂടി പോകുന്നു. യൂൻസുവും ജെയ്സനും അതെടുത്ത് നോക്കും. അതൊരു ധ്യാന കേന്ദ്രത്തിന്റെ പോസ്റ്റർ ആയിരുന്നു. ഇതൊരു പുതിയ ധ്യാന കേന്ദ്രവും പുതിയ ദൈവവും പ്രസാദമായി വെള്ളവും കൊടുക്കും എന്നൊക്കെയായിരുന്നു ആ ലെറ്ററിനകത്ത് ഉണ്ടായിരുന്നത്. യൂൻസു ജെയ്സനോട് ചോദിക്കും, എന്തിനാണ് ഇവർ ഇത് അയാളുടെ ഡോറിൽ ഒട്ടിച്ചത്? നീ കഥകൾ എഴുതി ആലോചിച്ച് കൂട്ടുന്നതാണ് ഇതെല്ലാം. അങ്ങനെയാണെങ്കിൽ ശരി, ഇനി ഞാൻ ആലോചിച്ച് കൂട്ടുന്നില്ല, നമുക്ക് അയാളെ ഫോളോ ചെയ്താലോ? ജെയ്സൺ പറയും, അത് വേണ്ട, ഇനി നമുക്ക് അതിന്റെ പിറകെ പോകണ്ട. യൂൻസു അവനെ നിർബന്ധിച്ചുകൊണ്ടേയിരിക്കും. അവസാനം ഇവളുടെ നിർബന്ധത്തിന് വഴങ്ങി അവൻ സമ്മതിക്കും. യൂൻസു രാവിലെ ഫുഡ് പോലും കഴിക്കാതെ വീട്ടിൽ നിന്നിറങ്ങും. ആ സമയം ജെയ്സണും എത്തും. അവർ രണ്ടുപേരും കൂടെ ഹോങ്ക്യൂങ്ങിനെ ഫോളോ ചെയ്യും. ഒരു ജംഗ്ഷൻ എത്തുമ്പോൾ ഹോങ്ക്യൂങ്ങിന്റെ കാർ ഇവർക്ക് മിസ്സാവും. ജെയ്സൺ പറയും, ഇങ്ങനെ പോയാൽ നമുക്ക് ഇയാളെ ഫോളോ ചെയ്യാൻ പറ്റില്ല. ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഫോണിലാക്കിയിട്ട് കാറിൽ കൊണ്ടുവയ്ക്കാം. അയാൾ എവിടെ പോയാലും നമുക്ക് അറിയാൻ പറ്റും. യൂൻസു പറയും, എന്റെ ഫോണിൽ ആപ്ലിക്കേഷൻ ആക്കി നമുക്ക് അയാളുടെ കാറിനടിയിൽ വെക്കാം. അതേസമയം ഹോങ്ക്യൂങ്ങിന് അയാളുടെ കാറിൽ നിന്നൊരു ബോക്സ് കിട്ടും. യൂൻസു അന്ന് അയാളുടെ കാറിൽ കയറിയപ്പോൾ അവൾ അറിയാതെ അതിനകത്ത് വീണതായിരുന്നു. ആ സമയം അവൾ അവിടെ വന്ന് ഇറങ്ങും. അവൾ നേരെ പോകുന്നത് 401 അയാൾ കാണുകയും ചെയ്യും. അയാൾക്ക് മനസ്സിലായി അവൾ അയാളോട് കള്ളം പറഞ്ഞതാണെന്ന്. അന്ന് രാത്രിയാകുമ്പോൾ യൂൻസു ആരും കാണാതെ ആ മൊബൈലിൽ ആപ്ലിക്കേഷൻ എല്ലാം സെറ്റ് ചെയ്ത് ഇയാളുടെ കാറിന്റെ അടിയിൽ കൊണ്ടുവയ്ക്കും. പിറ്റേന്ന് രാവിലെ യൂൻസുവിന്റെ വീട്ടിൽ ഹോങ്ക്യൂങ് വന്ന് അവളുടെ അച്ഛന്റെയും അമ്മയുടെയും കയ്യിൽ ആ ബോക്സ് കൊടുക്കും. എന്നിട്ട് പറയും, ആവശ്യമില്ലാതെ നിങ്ങളുടെ മകൾ എന്റെ കാർ ചെക്ക് ചെയ്യുന്നുണ്ട്, അവളോട് പറയണം ഇനി ഇത് ആവർത്തിക്കരുതെന്ന്. ഇത് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ടൈം തന്നെ അവൾ അവിടെ എത്തും. അവൾ ഇത് കണ്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങി ഓടും. അവൾ നേരെ പോകുന്നത് ജെയ്സന്റെ അടുത്തായിരിക്കും. അയാൾ എന്തോ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. അയാൾ എന്നെ വാണിംഗ് ചെയ്യാൻ എന്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അയാളുടെ പിന്നിൽ എന്തോ ഉണ്ട്, നമുക്കത് കണ്ടുപിടിക്കണം. ആ സമയം അവർക്ക് ലൊക്കേഷൻ കിട്ടി അയാൾ എവിടെയാണെന്ന്. ഇവർ രണ്ടുപേരും അയാളെ ഫോളോ ചെയ്ത് പോകുമ്പോൾ അയാൾ ഒരു ഓഫീസിൽ പോയി സംസാരിക്കുന്നത് കാണാം. അത് കഴിഞ്ഞ് അയാൾ നേരെ പോകുന്നത് ഒരു ഹോസ്പിറ്റലിലേക്കായിരിക്കും. യൂൻസു ഹോസ്പിറ്റൽ അയാളുടെ ബേക്കേ പോവും. ആ സമയം അയാൾ ഒരു കുഞ്ഞിന് ഫുഡ് വാരി കൊടുക്കുന്നതായിരുന്നു കാണുന്നത്. അവിടെ അന്വേഷിക്കുമ്പോൾ മനസ്സിലായി അത് അയാളുടെ മകളാണെന്ന്. യൂൻസു തന്നെ ഹോങ്കോങ് കാണാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ടായിരുന്നു. ജെയ്സൺ യൂൻസുവിനോട് പറയും, അയാൾക്ക് സുഖമില്ലാത്തൊരു മകളുണ്ട്, അയാൾ നല്ലൊരു മനുഷ്യനാണ്, അയാൾ നല്ലൊരു അച്ഛനാണ്. യൂൻസു പറയും, സുഖമില്ലാത്ത മകളുണ്ടെന്ന് പറഞ്ഞ് അയാൾ നല്ലതാവണമെന്നില്ല, അയാൾ എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട്, ഞാനത് കണ്ടുപിടിച്ചിരിക്കും. ഇതും പറഞ്ഞ് വീണ്ടും അവൾ ഹോസ്പിറ്റലിനകത്തോട്ട് പോകും. അവൾ നേരെ ചെല്ലുന്നത് ആ കുഞ്ഞു കിടന്ന റൂമിലോട്ടായിരിക്കും. അവിടെ നോക്കുമ്പോൾ അവർ രണ്ടുപേരുമില്ല. അവൾ പതുക്കെ ബാത്റൂമിൽ നോക്കുമ്പോൾ അവർ രണ്ടുപേരും ബാത്റൂമിലുണ്ട്. ആ കുഞ്ഞിന്റെ തലയിൽ അയാൾ എന്തോ മന്ത്രം ചൊല്ലി വെള്ളം ഒഴിക്കുകയായിരുന്നു. ആ കുഞ്ഞ് പറയുന്നുണ്ടായിരുന്നു, അച്ഛാ തണുക്കുന്നുണ്ടെന്ന്. അത് കണ്ടുകൊണ്ടുവന്ന 2 നഴ്സുമാർ ആ കുഞ്ഞിനെ പിടിച്ചു വാങ്ങി. ആ സമയം അയാൾ നേരെ ഇറങ്ങി വെളിയിൽ പോയി. യൂൻസും അയാളുടെ ബേക്കേ പോയി. അയാൾ നേരത്തെ പോയി ഓഫീസായിരുന്നു അത്. അവിടെ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അവിടെ ഇരിക്കുന്നവരെല്ലാം മന്ത്രങ്ങൾ ചൊല്ലി ഇരിക്കുകയായിരുന്നു. പെട്ടെന്നൊരു ലേഡി വന്ന് യൂൻസുവിനോട് ചോദിക്കും, എന്താ ഇവിടെ? യൂൻസു പറയും, ഞാൻ വഴിതെറ്റി വന്നതാണ്. അതും പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഇറങ്ങി പോവും. അവൾ നേരെ വീട്ടിലേക്കായിരുന്നു വരുന്നത്. വീട്ടിൽ വരുമ്പോൾ അച്ഛനും അമ്മയും ചോദിക്കും, നീ എന്തിനാണ് അയാളുടെ കാറ് പരിശോധിച്ചത്? നീ എന്താ മോഷ്ടിക്കുന്നുണ്ടോ? നിനക്കിനി 1 മാസമേ സമയം തരികയുള്ളൂ, നീ ഉടൻ തന്നെ ജോലി കണ്ടുപിടിക്കണം. ഇതും പറഞ്ഞ് അവർ നന്നായി അവളെ വഴക്കു പറയും. അവൾ നേരെ വന്ന് തന്റെ റൂമിൽ കിടക്കും. മുകളിലോട്ട് നോക്കുമ്പോൾ സീലിംഗിന്റെ അവിടെ ഫുള്ളും നനവുണ്ടായിരുന്നു. അവൾ പെട്ടെന്നാണ് ഫോൺ കാറിലിരിക്കുന്ന കാര്യം ഓർമ്മിച്ചത്. അവൾ ഓടിച്ചെന്ന് അയാളുടെ കാറിനടിയിലുണ്ടായിരുന്ന ഫോണിങ് തിരിച്ചെടുക്കും. ആ സമയം ഹോങ്ക്യൂങ്ങിന്റെ റൂമിൽ ഹോങ്ക്യൂങ് ഒരാളെ നന്നായി മർദ്ദിക്കുകയായിരുന്നു. അയാൾ നല്ല അവശനായി അയാളെ നന്നായി ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു. അയാളാണ് തലയിട്ട് തറയിൽ അടിച്ചുകൊണ്ടിരുന്നത്. അയാൾ തലയിട്ടടിക്കുമ്പോൾ സൗണ്ട് കേൾക്കാതിരിക്കാൻ അയാളുടെ തലയ്ക്കടിയിൽ ഒരു മാറ്റ് ഇട്ട് കൊടുക്കും. അവിടെ നിന്ന് നേരെ അകത്ത റൂമിലോട്ട് പോകുമ്പോൾ കാണിക്കുന്നത് 2 ഡെഡ് ബോഡിയെ ഐസ് ബാഗിലാക്കി വെച്ചിരിക്കുന്നു. അടുത്ത് കാണിക്കുന്നത് ഒരു ഫ്ലാഷ് ബാക്ക് ആണ്. ഒരു സ്ത്രീയും ഒരു പുരുഷനും ഇയാളും കൂടെയാണ് കാറിലിരിക്കുന്നത്. കാറിനുള്ളിൽ വിഷവാതകം വരുത്തി അവരെ 2 പേരെ ഇയാൾ കൊല്ലുന്നു. ആ ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞു. അടുത്ത ദിവസം രാവിലെ ഹോങ്ക്യൂങ് നേരെ യൂൻസുവിന്റെ വീട്ടിൽ വരും. എന്നിട്ട് അവളോട് ചോദിക്കും, നീ എന്തിനാ 301 കള്ളം പറഞ്ഞത്? അവൾ പറയും, ഞാൻ 401 ഉദ്ദേശിച്ചത്, പെട്ടെന്ന് മാറിപ്പോയതാണ്. ശരി, ഇനി ഞാൻ നിന്നെ ശല്യം ചെയ്യുകയില്ല. എൻ്റെ അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ട് ഞാൻ മരുന്നുണ്ടാക്കുകയാണ്, അതുകൊണ്ടാണ് ആ സൗണ്ട് കേൾക്കുന്നത്. നീ പകൽ സമയം ഇവിടെ ഉണ്ട് എന്ന കാര്യം എനിക്കറിയില്ലായിരുന്നു. ഇനി നിനക്ക് അവിടെ നിന്നൊരു ബുദ്ധിമുട്ടുണ്ടാകില്ല എന്ന് പറയും അയാൾ. അയാൾ സോറിയും പറഞ്ഞ് തിരിഞ്ഞു പോകുമ്പോൾ അവൾ നോക്കുമ്പോൾ അയാളുടെ ദേഹം മൊത്തം നനഞ്ഞിരിക്കുന്നു.
അവൾ നേരെ റൂമിൽ വന്ന് നോക്കുമ്പോൾ നേരത്തെ നനഞ്ഞിരുന്ന സ്ഥലത്ത് നനവില്ലാതെ കുറച്ച് മാറിയായിരുന്നു ആ സീലിംഗിൽ നനവുള്ളത്. ആ സമയം യൂൻസു ഇവിടുത്തെ ഫ്ലാറ്റുകളെല്ലാം വാങ്ങാൻ സഹായിക്കുന്ന ബ്രോക്കർമാരെ വിളിക്കും. അവരോട് പറയും, ഞാൻ 507 താമസിക്കുന്നത്, 501 ഞാൻ പണ്ട് താമസിച്ചിട്ടുണ്ട്. ആ ഫ്ലാറ്റ് വിൽക്കുകയാണെങ്കിൽ വാങ്ങാൻ എനിക്ക് താല്പര്യമുണ്ട്. അതിന്റെ ഓണറുടെ നമ്പർ ഒന്ന് തരാമോ? അവർ 501 ഓണറിന്റെ നമ്പർ യൂൻസുവിന് കൊടുക്കും. ആ നമ്പറിൽ അവൾ വിളിക്കുമ്പോൾ ആ നമ്പർ കണക്ട് ആവുന്നില്ല. അവൾ ആ നമ്പർ സെർച്ച് ചെയ്യും. ആ സമയം അവൾക്ക് മനസ്സിലായി അവിടെ നേരത്തെ ഒരു പോസ്റ്റർ ഒട്ടിച്ച ആ ധ്യാന കേന്ദ്രത്തിന്റെ പാസ്റ്ററുടെ നമ്പർ ആയിരുന്നു അത്. അയാളായിരുന്നു ആ ഫ്ലാറ്റിന്റെ ഒറിജിനൽ ഓണർ. അയാളുടെ പേര് ഇവാഞ്ചലിസ്റ്റ് എന്നായിരുന്നു. അന്ന് 2 ലേഡീസ് കൊണ്ട് ഒട്ടിച്ച പോസ്റ്ററിന്റെ അടിയിലും എഴുതിയിട്ടുണ്ടായിരുന്നു, മിസ്റ്റർ ഇവാഞ്ചലിസ്റ്റ് നിങ്ങൾ എവിടെയാണ്? ആ ഇവാഞ്ചലിസ്റ്റ് ആണ് ആ തറയിൽ കിടക്കുന്നതും ആ തറയിൽ മുട്ടുന്നതും എല്ലാം. 2 ലേഡീസ് പോസ്റ്റർ ഒട്ടിച്ചിട്ട് പോയ ആ ധ്യാന കേന്ദ്രത്തിന്റെ മെയിൻ പാസ്റ്റർ ആയിരുന്നു ഇയാൾ. ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാനായി യൂൻസു ആ ധ്യാന കേന്ദ്രത്തിൽ പോയി. ആ സമയം അന്ന് യൂൻസുവിനോട് എന്താ ഇവിടെ എന്ന് ചോദിച്ചാൽ ആ ലേഡിയെ കണ്ടു. അവരോട് യൂൻസു പറഞ്ഞു, അന്ന് ഞാൻ വന്നത് ധ്യാനത്തിനായിരുന്നു, പക്ഷെ എനിക്കന്ന് പേടിയായിരുന്നു. ആ ലേഡി യൂൻസുവിനെയും കൂട്ടി അകത്തുപോയി. അവർ ധ്യാനിക്കുന്ന വെള്ളം അവൾക്ക് കൊടുത്തു. അതിൽ എന്തോ മധുരമുള്ള ഒരു സാധനവും ഇട്ടു. ആ ലേഡി യൂൻസുവിനോട് ചോദിക്കും, നിനക്ക് ആരാണ് ഈ ധ്യാന കേന്ദ്രത്തിനെ കുറിച്ച് പറഞ്ഞു തന്നത്? അവൾ പറയും, മിസ്റ്റർ ഇവാഞ്ചലിസ് ആണ് എനിക്ക് ഈ ധ്യാന കേന്ദ്രത്തിനെ കുറിച്ച് പറഞ്ഞത്. എനിക്ക് ആ സമയം ഇവിടെ വരണമെന്നും ഇവിടുത്തെ പ്രാർത്ഥനകളിൽ ചേരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതിനാലാണ് ഞാൻ ഇവിടെ വന്നത്. അദ്ദേഹം എൻ്റെ നൈബറും കൂടെയാണ്. ആ ലേഡി പറയും, അദ്ദേഹം വന്നിട്ട് 1 മാസമായി, അദ്ദേഹത്തിന് 1 മാസം കൊണ്ട് കാണാനില്ല. യൂൻസ് പറയും, അതെയോ, ഞാനും കണ്ടിട്ട് 1 മാസമായല്ലോ, അദ്ദേഹം എങ്ങോട്ട് പോയെന്നറിയില്ല. ആ ലേഡി പറയും, ഞങ്ങൾ ഫ്ലാറ്റിലെല്ലാം ചെന്ന് നോക്കി, അവിടെ ഒന്നും കണ്ടില്ലായിരുന്നു, അദ്ദേഹം എവിടെ പോയെന്ന് ഒരു അറിവുമില്ല. യൂൻസു ആ സമയം ആലോചിക്കും, അവൾ സെക്യൂരിറ്റിയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പാസ്റ്ററുടെ കാർ 1 മാസം കൊണ്ട് ഇവിടെ തന്നെ ഉണ്ടല്ലോ, അദ്ദേഹം എടുക്കാറില്ലേ? സെക്യൂരിറ്റി പറയും, പാസ്റ്ററെ 1 മാസം കൊണ്ട് കാണാനില്ല, ആ കാർ 1 മാസം കൊണ്ടും ആ ഷെഡിൽ തന്നെയാണ്. ഇപ്പോൾ അവിടെ വരുന്നത് ഒരു മീൻപിടുത്തക്കാരനാണ്. അത് പാസ്റ്ററുടെ ഒരു കൂട്ടുകാരനായിരുന്നു. പണ്ട് അവർ ഒരുമിച്ചായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആ മീൻപിടുത്തക്കാരൻ മാത്രമാണ് വരുന്നത്. അവൾ ആ സമയം ആ കാര്യം ആലോചിച്ചു. യൂൻസു ആ ലേഡിയോട് പറയും, പാസ്റ്റർ എനിക്ക് ഇവിടത്തെ കുറച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എനിക്ക് ബാക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുമോ എന്ന് ചോദിക്കും. ആ ലേഡി പറയും, അതിനെന്താ, നിങ്ങൾ എൻ്റെ കൂടെ വരൂ. അവർ യൂൻസുവിനെ വിളിച്ച് അകത്തു കൊണ്ടുപോകും. ഒരു ഇരുട്ട് മുറിയായിരുന്നു അത്. ആ റൂമിൽ ഒരു TV ഉണ്ടായിരുന്നു. ആ TVയിലെ വിഷ്വൽസ് എല്ലാം ഇവൾക്ക് കാണിച്ചു കൊടുക്കും. എന്നിട്ട് ആ ലേഡി പറയും, ജീവന്റെ ഉത്ഭവം ഉണ്ടാവുന്നത് വെള്ളത്തിൽ നിന്നാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ പ്രസാദമായി വെള്ളം കൊടുക്കുന്നത്. അതിനാൽ അവരുടെ മനസ്സ് ശുദ്ധമാകുന്നു, അവരുടെ ആഗ്രഹങ്ങളെല്ലാം നടക്കുന്നു എന്ന് ആ ലേഡി പറയും. അവിടുത്തെ പ്രാർത്ഥനയും ബഹളവും കേൾക്കുമ്പോൾ യൂൻസുവിന് പേടിയാവുന്നു. ഒന്നും നോർമൽ അല്ല എന്ന് അവൾക്ക് മനസ്സിലായി. അവൾ പേടിച്ച് പുറത്തേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ അവിടുത്തെ സെക്യൂരിറ്റീസും ഈ ലേഡിക്കും സംശയമാവും. അവർ യൂൻസുവിനെ പിടിച്ചു നിർത്തും. ആ സമയമായിരുന്നു ജെയ്സൺ ഭാഗ്യത്തിന് അങ്ങോട്ട് വരുന്നത്. അവൻ എന്തൊക്കെയോ പറഞ്ഞു അവിടെ നിന്നും അവളെ രക്ഷപ്പെടുത്തി പുറത്തു കൊണ്ടുവരും. യൂൻസു ജെയ്സണോട് പറയും, ആ സൗണ്ട് ഉണ്ടാക്കുന്നത് ആരെങ്കിലും സഹായത്തിന് വേണ്ടി ആയിരിക്കുമോ? ആ പാസ്റ്റർ ആ റൂമിൽ തന്നെ ഉണ്ടാവുമോ? നമുക്ക് ഈ വിവരം പോലീസിനെ അറിയിച്ചാലോ? ജെയ്സൺ പറയും, അത് വേണ്ട, ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും പോലെ ഒന്നും ഇല്ലെങ്കിലോ? അയാൾ തെറ്റുകാരനല്ലെങ്കിൽ പോലീസ് നമ്മളെ ആയിരിക്കും പിടിക്കുന്നത്. അതിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ എവിഡൻസ് കിട്ടട്ടെ, എന്നിട്ട് നമുക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാം. ആ ഒരു തീരുമാനവുമായി അവർ മുന്നോട്ട് പോകും. അന്ന് രാത്രിയും യൂൻസു അയാളുടെ കാറിനടിയിൽ അവളുടെ ഫോൺ ഒട്ടിച്ചു വെക്കും. ആ സമയം അയാൾ ആ ഐസിനകത്ത് വെച്ചിരിക്കുന്ന ആ ഡെഡ് ബോഡീനെ ഓരോ പീസ് ആക്കുകയായിരുന്നു. പിറ്റേന്ന് രാവിലെ അയാൾ കാറിനടുത്ത് വരുമ്പോൾ അയാൾക്കൊരു സംശയം തോന്നും. കാറിൽ എന്തോ ഉണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി. അയാൾ കാർ സർവീസ് സെന്ററിൽ കൊണ്ടു കൊടുക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് കാറിന്റെ അടിയിൽ ഫോൺ ഉണ്ട് എന്ന്. അയാളുടെ കാറിന്റെ മുൻ ക്യാമറയിൽ നോക്കുമ്പോൾ അയാൾക്ക് മനസ്സിലായി ഇവളാണ് ആ ഫോൺ കൊണ്ടുവച്ചിരിക്കുന്നതെന്ന്. ഇവർ രണ്ടുപേരും പിറ്റേന്നും അയാളുടെ കാർ ലൊക്കേഷൻ നോക്കി അയാളെ ഫോളോ ചെയ്ത് പോകും. ആ സമയം യൂൻസുവിന്റെ ഫോൺ അയാളുടെ കയ്യിലായിരുന്നു. അയാൾക്ക് മനസ്സിലായി ഇവർ അയാളെ ഫോളോ ചെയ്യുകയാണെന്ന്. അയാൾ ഒരു ഫിഷിംഗ് സ്പോട്ടിലേക്കായിരുന്നു പോകുന്നത്. ഇവർ രണ്ടുപേരും അയാളെ ഫോളോ ചെയ്ത് അവിടെ മറഞ്ഞിരിക്കും. അവർ നോക്കുമ്പോൾ അയാൾ എന്തോ ചൂണ്ടയിടുന്നു. പക്ഷെ ആ ചൂണ്ടയിടുമ്പോൾ അയാൾ എന്തോ കയ്യിൽ നിന്നും കെട്ടിവെക്കുന്നുണ്ട്. അവർ അത് സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അത് മനുഷ്യന്റെ ശരീരത്തിലെ ഒരു വിരളായിരുന്നു. അയാൾ തലേ ദിവസം രാത്രി ഡെഡ് ബോഡിയെ ഓരോ പീസാക്കിയത് ഇതിനായിരുന്നു. യൂൻസു ജെയ്സണോട് പറയും, ഇയാൾ ആൾക്കാരെ കൊന്നിട്ട് അവരുടെ ശരീരപ്പാർട്ടായിരിക്കും ഇവിടെ കൊണ്ടുവന്ന് ഫുഡായിട്ട് മീനിന് കൊടുക്കുന്നത്. ആ സമയം ജെയ്സൺ പറയും, നമുക്കിപ്പോൾ അയാളെ പിടിക്കാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് വേറെ എന്തെങ്കിലും ഒരു വഴി നോക്കണം. ആ സമയം യൂൻസു ഫിഷിന് ഫുഡ് വിൽക്കുന്ന കടയിൽ പോയി അയാൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കും. എന്നിട്ട് അയാളോട് പറയും, ഞങ്ങളിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്, ഞങ്ങൾ എത്ര ശ്രമിച്ചിട്ട് ഞങ്ങൾക്ക് മീന് കിട്ടുന്നില്ല. ആ ബ്ലാക്ക് വണ്ടിയിൽ വന്ന് അയാൾക്ക് നിറച്ച് മീന് കിട്ടുന്നുണ്ട്. അയാൾ എന്ത് ഫുഡാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചിട്ടൊന്ന് പറയാമോ എന്ന് അവൾ ചോദിക്കും. അതിനെന്താ എന്ന് പറഞ്ഞ് ഈ കടക്കാരൻ ഹോങ്ക്യൂങ്ങിന്റെ അടുത്ത് വന്ന് അയാളോട് ചോദിക്കും, എന്ത് ഫുഡാ മീനിന് കൊടുക്കുന്നതെന്ന്. അയാൾ പെട്ടെന്ന് ദേഷ്യത്തിൽ ഇയാളെ വഴക്കും പറഞ്ഞിട്ട് അയാളുടെ ട്രോളി ബാഗും കൊണ്ട് അവിടെ നിന്ന് അടുത്ത സ്പോട്ടിലോട്ട് പോകും. ഈ കാര്യങ്ങളെല്ലാം മറഞ്ഞിരുന്ന് ജെയ്സണും യൂൻസുവും കാണുന്നുണ്ടായിരുന്നു. ജെയ്സൺ യൂൻസുവിനോട് പറയും, ഞാൻ അയാളെ ഫോളോ ചെയ്യാം, അയാൾക്ക് എന്നെ അറിയില്ല, നീ ഇവിടെ എന്നെ വെയിറ്റ് ചെയ്താൽ മതി. അയാൾ അടുത്ത സ്പോട്ടും കണ്ടുപിടിച്ച് മുന്നോട്ട് നടക്കുകയായിരിക്കും. ആ സമയം അവിടെ എങ്ങും ആരുമില്ല. ജെയ്സൺ അയാളെ ഫോളോ ചെയ്ത് കുറേ ദൂരം കഴിയുമ്പോൾ അവിടെ അയാളെ കാണാനില്ല.
പെട്ടെന്നായിരുന്നു ഒരാൾ വന്ന് ജെയ്സന്റെ തലക്കടിച്ച് വീഴ്ത്തുന്നത്. അത് ഹോങ്ക്യൂങ് ആയിരുന്നു. യൂൻസു ഇതൊന്നും അറിയാതെ ജെയ്സനെ കാത്തിരിക്കുകയായിരുന്നു. ഒരുപാട് സമയം കഴിഞ്ഞിട്ടും കാണാഞ്ഞതിൽ അവൾ അവനെ ഫോൺ വിളിച്ചു. പക്ഷെ ഫോണിൽ കിട്ടുന്നില്ലായിരുന്നു. കടക്കാരൻ ചോദിക്കും, മോൾ ആരെയാ കാത്തിരിക്കുന്നേ? അവൾ പറയും, ഞാൻ ആ കറുത്ത കാറുകാരനെയാണ് കാത്തിരിക്കുന്നത്. കടക്കാരൻ പറയും, അയാൾ പോയിട്ട് കുറെ നേരമായല്ലോ. അവൾ അപ്പോൾ തന്നെ പേടിച്ച് ജെയ്സൺ പോയ വഴിയിലോട്ട് പോയി നോക്കും. ആ സമയം അവൾ അവിടെ കാണുന്ന കാഴ്ച, അവിടെ ഐസ് കട്ടയും അതിൽ നിറച്ചും ബ്ലഡും. യൂൻസുവിന്റെ മൊബൈൽ ഫോണും അവിടെ കാണും. ആ മൊബൈൽ ഫോൺ അയാളുടെ കാറിനകത്ത് അവൾ വയ്ക്കുന്നതായിരുന്നു. അവൾക്ക് മനസ്സിലായി, അയാളാണ് അവനെ കൊണ്ടുപോയിരിക്കുന്നത്. അയാൾ അവനെ എന്തോ ചെയ്തിട്ടുണ്ട്. അവൾ അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങി. അതേസമയം ഹോങ്ക്യൂങ് ജെയ്സനെ കാറിനകത്ത് കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. അവന്റെ ഫോണിലോട്ട് യൂൻസു വിളിച്ചുകൊണ്ടേയിരുന്നു. കാറിനകത്ത് നിന്നും ജെയ്സന് യൂൻസു പണ്ട് പറഞ്ഞ രക്തം പുരണ്ട കത്തി കിട്ടി. അവൻ അതെടുത്ത് അവന്റെ കെട്ടുകൾ അഴിച്ചു. ഹോങ്ക്യൂങ് അത് കാണും. അയാൾ കാർ നിർത്തി അവനെ പുറത്താക്കി അവനെ നന്നായി തല്ലും. ആ സമയം യൂൻസു ജെയ്സന്റെ ഫോണിലോട്ട് വിളിക്കും. ആ സമയം ഹോങ്ക്യൂങ് ഫോൺ എടുക്കും. അവൾ പറയും, നിങ്ങൾ എവിടെയാണെന്ന് എനിക്കറിയാം, നിങ്ങളുടെ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നതെല്ലാം എനിക്കറിയാം. പക്ഷെ ഞാൻ ഇതുവരെ പോലീസിനോട് പറഞ്ഞിട്ടില്ല. ജെയ്സന് എന്തെങ്കിലും ചെയ്താൽ ഞാൻ പോലീസിനോട് പറയും. നിങ്ങളുള്ള സ്ഥലത്ത് ഞാൻ വരാം, നമുക്ക് നേരിൽ കണ്ട് സംസാരിക്കാം. ഇതും പറഞ്ഞ് അവൾ ഫോൺ വയ്ക്കും. ഈ സമയം ഹോങ്ക്യൂങ് ജെയ്സനെ അടിച്ച് അവിടെ ഇട്ടിട്ട് പോകും. ജെയ്സന്റെ ഫോൺ ലൊക്കേഷൻ മനസ്സിലാക്കി യൂൻസു അവിടെ എത്തും. യൂൻസു നോക്കുമ്പോൾ ജെയ്സനെ അടിച്ച് അവശനാക്കി ഇട്ടിരിക്കുന്നു. അവൾ അവിടെ നിന്ന് അവനെ കൊണ്ട് നേരെ ഹോസ്പിറ്റലിൽ പോകും. ജെയ്സനെ ഹോസ്പിറ്റലിലാക്കിയിട്ട് യൂൻസു നേരെ പോലീസിനെ ഫോൺ വിളിക്കും. താൻ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിൽ 501 താമസിക്കുന്നത് ഒരു കില്ലറാണെന്നും അയാൾ അതിന്റെ ഓണറെ കൊന്ന് അതിനകത്ത് ഇട്ടിട്ടുണ്ടെന്നും എല്ലാം അവൾ പോലീസിനോട് പറയും. പോലീസ് നിങ്ങൾ ആരാ എന്ന് ചോദിക്കുമ്പോൾ അവൾ ഫോൺ കട്ട് ചെയ്യും. യൂൻസു തന്റെ അപ്പാർട്ട്മെന്റിലോട്ട് വരുമ്പോൾ അവിടെ പോലീസ് വണ്ടി കിടക്കുന്നുണ്ട്. അവൾ നേരെ 501 പോകും. 501 ഡോറിന്റെ ഫ്രണ്ടിൽ പോലീസ് നിൽപ്പുണ്ടായിരുന്നു. പക്ഷെ പോലീസ് വിളിച്ചപ്പോൾ ആ ഡോറിനകത്ത് നിന്ന് ആരും വരുന്നില്ല. പോലീസ് വിളിച്ചിട്ട് ആരും വാതിൽ തുറക്കാത്തതുകൊണ്ട് പോലീസ് മടങ്ങി പോകാൻ ഒരുങ്ങുകയായിരുന്നു. യൂൻസു ഓടിച്ചെന്ന് പോലീസിനോട് പറയും, ഇതിനകത്ത് ആളുണ്ട്, നിങ്ങൾ വിളിച്ചാൽ മതി. ഞങ്ങൾക്കൊരു കോൾ വന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്ന് ചെക്ക് ചെയ്യുന്നത്. വിളിച്ചയാൾ ഞങ്ങളോട് പേര് പോലും പറഞ്ഞിട്ടില്ല. യൂൻസു പറയും, അത് ഞാനാണ് വിളിച്ചത്. ഈ ഫ്ലാറ്റിൽ താമസിക്കുന്നത് ഒരു കില്ലറാണ്. അയാൾ എന്റെ ഫ്രണ്ടിനെ അടിച്ച് ഹോസ്പിറ്റലിലാക്കിയിട്ടുണ്ട്. ഇതിനകത്ത് ആരെ അയാൾ കൊന്നു വച്ചിട്ടുണ്ട് എന്നെല്ലാം യൂൻസു പോലീസിനോട് പറയും. ശരിയായ എവിഡൻസും വാറണ്ടും ഇല്ലാതെ നമുക്ക് ഒരാളുടെ വീട് പരിശോധിക്കാൻ പറ്റില്ല. എന്തായാലും ഇവിടുത്തെ ആള് വരട്ടെ, എന്നിട്ട് പരിശോധിക്കാം എന്ന് പോലീസ് പറയും. ഇത് കേൾക്കുമ്പോൾ യൂൻസു ഓടിച്ചെന്ന് ആ വാതിലടിക്കും. പോലീസ് അവളെ പിടിച്ചു മാറ്റും. അത് കഴിഞ്ഞ് പോലീസ് അവിടെ നിന്ന് മടങ്ങും. യൂൻസു വളരെ വിഷമിച്ച് തന്റെ അപ്പാർട്ട്മെന്റിൽ വരും. തന്റെ റൂമിൽ വന്ന് യൂൻസു ആലോചിക്കും, അടുത്ത് എന്താ ചെയ്യേണ്ടത്. യൂൻസു എണീച്ച് നേരെ തന്റെ ബാൽക്കണിയിൽ ചെന്ന് നോക്കും. തന്റെ ബാൽക്കണിയിൽ നിന്ന് മേളത്തെ ബാൽക്കണിയിലോട്ട് അവൾ ചങ്ങലയിട്ട് കുരുക്കും. ആ ചങ്ങലയിൽ പിടിച്ച് മുകളിലോട്ട് കയറാൻ ശ്രമിക്കും. നേരെ അവൾ മുകളിലെത്തുന്നു. യൂൻസു 501 ബാൽക്കണിയിലെത്തും. അവിടെ നിന്ന് നേരെ അവൾ ഡോറ് തുറന്ന് അകത്ത് വരുമ്പോൾ കാണുന്ന കാഴ്ച 2 ഡെഡ് ബോഡികളെ ഐസിലിട്ട് വച്ചിരിക്കുന്നതായിരുന്നു. തൊട്ടപ്പുറത്തെ റൂം അവൾ തുറന്നു നോക്കുമ്പോൾ തറയിൽ പാസ്റ്റർ മരിക്കാറായി കിടപ്പുണ്ടായിരുന്നു. അയാളുടെ ശരീരം മൊത്തം ബ്ലഡായിരുന്നു. അതിന്റെ അടുത്ത റൂമിൽ ആ ഹോങ്ക്യൂങ് ഇരുന്ന് എന്തോ ആലോചിക്കുന്നുണ്ടായിരുന്നു. ആ ആലോചനയാണ് അടുത്ത ഫ്ലാഷ് ബാക്ക്. ഒരു ദിവസം ഈ തറയിൽ കിടക്കുന്ന പാസ്റ്റർ നന്നായി മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അയാളെ റൂമിലോട്ട് കൊണ്ടുവരുന്നത് ഹോങ്ക്യൂങ് ആയിരുന്നു. നന്നായി മദ്യപിച്ചിരുന്ന പാസ്റ്റർ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, ഈ മണ്ടന്മാരെ പറ്റിച്ചു മതിയായി. ഞാൻ പണത്തിന് വേണ്ടി എന്തും ചെയ്യും. നിന്റെയൊക്കെ തലയിൽ വെള്ളം ഒഴിച്ച് വൃത്തിയാക്കി വിട്ടാലും വീണ്ടും വീണ്ടും ആഗ്രഹങ്ങൾ പറഞ്ഞു വരും. നീയൊക്കെ ഉപയോഗിക്കുന്ന വെള്ളം അത് വെറും വേസ്റ്റ് വെള്ളമാണ്. ആ വേസ്റ്റ് വെള്ളം നിനക്കൊക്കെ തരുമ്പോൾ നീയൊക്കെ കുടിക്കുന്നു, തലയിലൊഴിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു. നീ നിന്റെ കുഞ്ഞിനെ സഹായിക്കൂ, എന്റെ കുഞ്ഞിന്റെ രോഗം ശരിയാക്കൂ എന്ന് പറഞ്ഞ് എന്റെ ബേക്കേ നടന്നെന്നെ ശല്യം ചെയ്യുന്നു. നീ ആ വെള്ളം കോരി കുഞ്ഞിന്റെ തലയിൽ ഒഴിച്ചാൽ കുഞ്ഞിന് ഭേദമാകുമെന്ന് ആരാ പറഞ്ഞേ? നീ പോയി ആ കുഞ്ഞിനെ ഒരു ഹോസ്പിറ്റലിൽ കാണിക്കേ. ഈ കേൾക്കുന്നതൊന്നും ഹോങ്ക്യൂങ്ങിന് സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലായിരുന്നു. അയാളുടെ മകൾ അസുഖം ബാധിച്ച് ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു. ഇവരെ വിശ്വസിച്ചാണ് അയാൾ രാവെന്നോ പകലെന്നോ ഇല്ലാതെ ആ ധ്യാന കേന്ദ്രത്തിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഹോങ്ക്യൂങ് ഈ പാസ്റ്ററെ വിശ്വസിച്ചത് കൊണ്ടാണ് കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കാണിക്കാതെ ഇയാളുടെ പ്രാർത്ഥനയിൽ കൂട്ടുന്നത്. ഇത് കേട്ട് സഹിക്കാനാവാതെ ഹോങ്ക്യൂങ് ആ പാസ്റ്ററെ എടുത്തിട്ട് നന്നായി മർദ്ദിക്കും. എന്നിട്ട് അയാളെ കെട്ടിയിട്ട് ഉപദ്രവിക്കും. ഓരോ ദിവസവും അയാളെ അടിക്കും. ഹോങ്ക്യൂങ്ങിന് പാസ്റ്റർ പ്രസാദമായി കൊടുത്ത വെള്ളം ഡെയിലി പാസ്റ്റർ തലയിൽ തന്നെ ഹോങ്ക്യൂങ് ഒഴിച്ച് കഴുകുമായിരുന്നു. ഈ പാസ്റ്റർ കൂട്ടുനിന്ന വേറെ 2 പാസ്റ്റർമാരെ ഹോങ്ക്യൂങ് കൊന്നു. അവരെയായിരുന്നു ആ ഐസ് ബാഗിലാക്കി വെച്ചിരിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം ഹോങ്ക്യൂങ് ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്നൊരു സൗണ്ട് കേൾക്കുന്നു. ഹോങ്ക്യൂങ് പതുക്കെ പുറത്തു വന്ന് നോക്കുമ്പോൾ യൂൻസുവിനെ കാണുന്നു. അയാൾ ആ തറയിൽ കിടക്കുന്ന പാസ്റ്ററെ നോക്കിയിട്ട് യൂൻസുവിനോട് പറയും, ഒരു കാലത്ത് ഞാൻ ഇയാളെ ദൈവത്തെ പോലെ വിശ്വസിച്ചു, ദൈവത്തെ പോലെ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ വിശ്വസിച്ച ഒരാളാണ് ഈ കിടക്കുന്നത്. ഒരു ദിവസം ഇയാൾ എന്നോട് പറയുകയാണ്, അയാൾ എന്നോട് പറഞ്ഞതെല്ലാം കള്ളമാണെന്ന്. ഞാൻ അയാളെ വിശ്വസിച്ചു പോയിരുന്നു. അയാൾ പറയുന്നത് കള്ളമാണെന്ന്. എനിക്കത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ലായിരുന്നു. ഇവർ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളെല്ലാം സത്യമാണ്. ഇവരുടെ വെള്ളം പ്രസാദമാണ്. ആ പ്രസാദം ഒഴിച്ച് ഇയാളുടെ പാവങ്ങളെല്ലാം ഞാൻ കഴുകി കളയുന്നുണ്ട്. ഇനി ഞാൻ അടുത്ത് നിന്റെ പാവമാണ് കളയാൻ പോകുന്നത്. ഇതും പറഞ്ഞ് ഹോങ്ക്യൂങ് യൂൻസുവിനെ അടിക്കാൻ തുടങ്ങി. അയാൾ ഒരു ഭ്രാന്തനെ പോലെ പെരുമാറി.
അയാളുടെ വിശ്വാസം അയാൾക്ക് സത്യമല്ല എന്ന് വിശ്വസിക്കാൻ പറ്റില്ലായിരുന്നു. ഹോങ്ക്യുങ് തന്റെ മകൾക്ക് വേണ്ടി ഇവരുടെ പ്രാർത്ഥനയെ അത്രമേൽ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. അയാൾ യൂൻസൂനെ അടിച്ച് തറയിലിട്ടിട്ട് അവളുടെ തലയിൽ വെള്ളം ഒഴിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ സമയം യൂൻസൂന്റെ കയ്യിൽ ഒരു ഗ്ലാസ് കിട്ടി. യൂൻസു ആ ഗ്ലാസ് എടുത്ത് ഹോങ്ക്യുങ്ങിന്റെ തലയിൽ അടിക്കാൻ ശ്രമിക്കുമ്പോൾ ഹോങ്ക്യുങ് അവളെ നന്നായി മർദ്ദിക്കും. പെട്ടെന്നായിരുന്നു പുറത്ത് കാവൽ നിന്ന പോലീസുകാർ ഈ സൗണ്ട് കേട്ട് വാതിലും പൊളിച്ച് അകത്ത് കയറി. ആ സമയം ഹോങ്ക്യുങ് ഒരു കത്തിയെടുത്ത് യൂൻസൂന്റെ കഴുത്തിൽ വെച്ചിട്ട് എവളെ ഇപ്പൊ കൊല്ലൂ എന്ന് പറഞ്ഞ് പോലീസുകാരെ ഭീഷണിപ്പെടുത്തും. കൂട്ടത്തിലുണ്ടായിരുന്ന പോലീസുകാരി ഹോങ്ക്യുങ്ങിന്റെ കയ്യിൽ വെടിവെക്കും. അയാളുടെ കത്തി പിടിപിടിച്ചു പോവും. അങ്ങനെ യൂൻസു രക്ഷപ്പെടും. ആ പാസിന് ചെറുതായിട്ട് ജീവൻ ഉണ്ടായിരുന്നു. ഇവരെ രണ്ടുപേരെ ഹോസ്പിറ്റലിലോട്ട് മാറ്റും. അടുത്ത സീനിൽ പറയുന്നത് ധ്യാന കേന്ദ്രം അടച്ചു. കുറ്റം ചെയ്തവരെ എല്ലാം ശിക്ഷിച്ചു. ഹോങ്ക്യുങ്ങിനെ മെന്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. ഹോങ്ക്യുങ്ങിന്റെ മകളെ ഗവൺമെന്റ് ദത്തെടുത്തു. അവളെ ഹോസ്പിറ്റലിൽ കാണിച്ച് ട്രീറ്റ്മെന്റ് കഴിഞ്ഞു. അവളിപ്പോൾ റിക്കവറിയായി വരുന്നുണ്ടായിരുന്നു. യൂൻസു ആലോചിക്കുകയായിരുന്നു, എന്തായിരുന്നു എന്റെ ലൈഫിൽ നടന്നത്? ഇനി ഞാൻ എഴുതാൻ പോകുന്നത് എന്റെ കഥയാണ്. ഇതും പറഞ്ഞ് യൂൻസു മുന്നോട്ട് നടക്കുന്നതാണ് കഥയുടെ അവസാനം. നിങ്ങൾക്ക് ഈ കഥയും ഈ കഥ പറച്ചിലും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.